തിരുവനന്തപുരം പട്ടത്ത് ഓട്ടോയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. ഓട്ടോയും ബൈക്കും കാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോയിലുണ്ടായിരുന്ന മങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. അർജുൻ രാജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുനിലേക്ക് മടക്കി എത്താം. ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ആ അപകടം. അത് വലിയൊരു അപകടമാണ് ഉണ്ടായത്. കാറ് നിയന്ത്രണം വിട്ട് വന്ന കാറ് രണ്ട് മൂന്ന് വട്ടമൊക്കെ മറിഞ്ഞ് ആ ഓട്ടോയിൽ ഇടിച്ചെന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ നിന്ന്. അർജുനുണ്ട് കൂടുതൽ വിവരങ്ങളുമായിട്ട്. അർജുൻ, ഈ വലിയ ഒരു അപകടമാണ്. തലസ്ഥാന നഗരത്തിൻ്റെ തന്നെ ഏറ്റവും തിരക്കേറിയ ഭാഗങ്ങളിലൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഈ പട്ടവും കേശവദാസപുരവും ഒക്കെ. വലിയൊരു അപകടം. ഇത് എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? ഓട്ടോ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് മനസ്സിലാകുന്നു. എന്താണ് നടന്നത്? എന്താണ് പോലീസ് പറയുന്നത്? സേതു, ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പട്ടത്ത് ഒരേ ദിശയിൽ വന്ന 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായത്. ഈ കാറാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതായത് അമിത വേഗതയിലെത്തിയ കാറ് നിയന്ത്രണം വിടുകയാണ്. അതിനുശേഷം ഓട്ടോറിക്ഷയിലും ഒപ്പം സ്കൂട്ടറിലും ഇടിച്ചു. ഈ അപകട സമയത്ത് ഓട്ടോറിക്ഷ പെട്ടെന്ന് കത്തുകയും അതിന് അടിയിൽപ്പെട്ട് ഡ്രൈവർ മരിക്കുകയുമാണ് ഉണ്ടായത്. മാങ്കാട്ടുകടവ് സ്വദേശി ശിവകുമാറാണ് മരിച്ചത്. ആ സമയത്ത് തന്നെ കുറച്ച് ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. അവർ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഓടിയെത്തി. ഓട്ടോറിക്ഷയുടെ പുറകിലുണ്ടായിരുന്ന ആളെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ ഓട്ടോറിക്ഷ മറിഞ്ഞു കിടക്കുകയായിരുന്നു. അതിനടിയിലാണ് ഡ്രൈവർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. സ്കൂട്ടറിൽ ഉണ്ടായിരുന്ന 2 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. പിന്നെ കാറ് ഓടിച്ചിരുന്ന ആൾക്കും പരിക്കുണ്ട്. ശരി അർജുൻ. തിരുവനന്തപുരത്തുണ്ടായ വലിയൊരു അപകടം, ആ അപകടത്തിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അർജുൻ രാജ്.